ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു. ജൂൺ 12 ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. അന്തർദേശീയ തൊഴിൽ സംഘടനയുടെ ആഹ്വാനപ്രകാരം 2002 മുതൽ എല്ലാ വർഷവും ജൂൺ 12 അന്തർദേശീയ ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ബാല്യത്തിലെ വേലയെടുക്കാൻ നിർബന്ധിതരാകുന്ന നല്ലൊരു ശതമാനം കുട്ടികളും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തത്തിന് ഇരയാക്കപ്പെട്ടവരാണ്. യുദ്ധങ്ങളും കലാപങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും അനാഥത്വവും കുടുംബത്തിലെ പട്ടിണിയും ദാരിദ്ര്യവും കടക്കെണിയുമൊക്കെ അതിന് കാരണമാകാം. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റ് മാർഗമൊന്നുമില്ലാതെ വരുമ്പോൾ പാവം കുട്ടികൾ തൊഴിലെടുക്കാൻ നിർബന്ധിതരാകുന്നു. തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ഏതൊന്നും അറിയാതെ കുഞ്ഞു ചുമലുകളിൽ വലിയ ഭാരം പേറുന്ന ലക്ഷക്കണക്കിന് കുട്ടികൾ ഇന്ന് ലോകത്തെമ്പാടുമുണ്ട്. ബാലവേലയ്ക്കെതിരെ കർശന നിയമങ്ങളും ലോക സംഘടനകളും ഇന്നുണ്ട്. എന്നിട്ടും കുട്ടികൾ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിയമം നടപ്പിലാക്കേണ്ട ഭരണകൂടങ്ങളും ഒപ്പം സമൂഹവും ഉണർന്നു പ്രവർത്തിച്ചാൽ മാത്രമേ ബാലവേല എന്ന ഭീഷണി ഇല്ലാതാക്കാനാവൂ. സ്കൂളിൽ പോകേണ്ട പ്രായത്തിലുള്ള ഒരു കുട്ടിയെ തൊഴിലെടുപ്പിക്കുന്നതിലൂടെ ആ കുട്ടിയെ മാനസികമായോ ശാരീരികമായോ ധാർമ്മികമായോ ചൂഷണം ചെയ്യുന്ന അവസ്ഥയാണ് ബാലവേല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്ക് പ്രകാരം 21 കോടി കുട്ടികൾ ലോകത്താകമാനം ബാലവേല ചെയ്യുന്നു. അതിൽ 16 കോടി കുട്ടികൾ ദുരന്തങ്ങളോ കലാപങ്ങളോ നിരന്തരം വേട്ടയാടുന്ന രാജ്യങ്ങളിലാണുള്ളത്. കുട്ടികൾക്ക് ചെയ്യാവുന്ന തൊഴിലുകളുടെ പട്ടിക അവരുടെ പ്രായം തിരിച്ച് ഐക്യരാഷ്ട്രസഭ അംഗരാഷ്ട്രങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതനുസരിച്ച് അപകടകരമായ ഒരു മേഖലയിലും 18 വയസ്സിന് താഴെയുള്ളവരെ ജോലിയെടുപ്പിക്കാൻ പാടില്ല. ബാലവേലയെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശങ്ങൾ ഇതാണ്: നിർബന്ധിത സ്കൂൾ വിദ്യാഭ്യാസ കാലയളവ് കഴിഞ്ഞ് മാത്രമേ, അതായത് ശരാശരി 15 വയസ്സ്, എന്നിട്ടേ കുട്ടികളെ തൊഴിലിന് അയക്കാവൂ. എന്നാൽ 13 മുതൽ 15 വയസ്സ് വരെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടാകാതെ ചെറിയ തൊഴിലുകളിൽ ഏർപ്പെടാവുന്നതാണ്. 1750 മുതൽ 1850 വരെയുള്ള കാലം യൂറോപ്പിൽ വലിയൊരു വിപ്ലവം നടന്നു. പാശ്ചാത്യ ലോകത്തിൻ്റെ വിധി മാറ്റിയെഴുതിയ ആ മഹാസംഭവമാണ് വ്യവസായ വിപ്ലവം. വ്യവസായ വിപ്ലവത്തിൻ്റെ തുടക്കം ബ്രിട്ടനിലായിരുന്നു. ഇതിലൂടെ അവിടുത്തെ കൃഷി, വ്യവസായം, ഗതാഗതം എന്ന് തുടങ്ങി സമഗ്ര മേഖലകളിലും വൻ പുരോഗതി ഉണ്ടായി. വൈകാതെ വ്യവസായ വിപ്ലവത്തിൻ്റെ സ്വാധീനം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വടക്കേ അമേരിക്കയിലേക്കും തുടർന്ന് ലോകമെമ്പാടും വ്യാപിച്ചു. ജനസംഖ്യ, വരുമാനം, ജീവിത നിലവാരം എന്നിവയിലെല്ലാം ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ടായി. ശാസ്ത്രരംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കിയ വ്യവസായ വിപ്ലവം നിരവധി കണ്ടുപിടുത്തങ്ങൾക്കും കാരണമായി. വ്യവസായ വിപ്ലവത്തിൻ്റെ വിജയത്തിന് പിന്നിൽ ഒട്ടേറെ കുട്ടികളുടെ വിയർപ്പും കണ്ണീരും ഉണ്ടായിരുന്നു. അക്കാലത്ത് നിരവധി കുട്ടികൾ ബ്രിട്ടനിലെ ഫാക്ടറികളിൽ ജോലി ചെയ്തു. ഖനികളിലാവട്ടെ 4 വയസ്സുള്ള കുട്ടികളെപ്പോലും ദീർഘനേരം പണിയെടുപ്പിച്ചിരുന്നു. സമ്പന്ന കുടുംബങ്ങളിൽ വീട്ടുജോലി ചെയ്തും തെരുവുകളിൽ പൂക്കൾ വിറ്റും കടകളിൽ ചുമടെടുത്തും ഭക്ഷണശാലകളിൽ പുറംപണി ചെയ്തും കൃഷിയിടങ്ങളിൽ തൊഴിലെടുത്തും ഷൂ പോളിഷ് ചെയ്തുമൊക്കെ കുട്ടികൾ നിലനിൽപ്പിനായി പൊരുതി. എല്ലാ ഇടങ്ങളിലും കുറഞ്ഞ ശമ്പളത്തിന് അവർ പരമാവധി ചൂഷണത്തിനിരയായി. വിശ്രമവേളകൾ അവർക്ക് തീരെ കുറവായിരുന്നു. എല്ലുമുറിയെ പണിയെടുത്താലും മുതിർന്ന ആളുകൾക്ക് നൽകുന്ന ശമ്പളത്തിൻ്റെ 10-20 മാത്രമായിരുന്നു അക്കാലത്ത് കുട്ടികൾക്ക് നൽകിയിരുന്നത്. തൊഴിലെടുക്കുന്ന കുട്ടികൾക്കായി ആദ്യകാലത്ത് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും നിലവിലുണ്ടായിരുന്നില്ല. എന്നാൽ വ്യവസായ വിപ്ലവത്തിലൂടെ സാമ്പത്തിക അടിത്തറ ശക്തമായതോടെ 1803 ആദ്യത്തെ ബാലവേല വിരുദ്ധ നിയമം ബ്രിട്ടനിൽ നിലവിൽ വന്നു.
1819 ഫാക്ടറി ആക്ടിനും അവർ രൂപം നൽകി. അതോടെ ഫാക്ടറികളിലെ കുട്ടിത്തൊഴിലാളികളുടെ തൊഴിൽ സമയം 12 മണിക്കൂറായി കുറച്ചു. 1833 നിയമം കുറച്ചുകൂടി കർശനമാക്കിക്കൊണ്ട് 11 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ ജോലി സമയം 12 മണിക്കൂറും 9 മുതൽ 11 വയസ്സ് വരെ പ്രായമുള്ള ഇടയ്ക്കുള്ള കുട്ടികളുടേത് 8 മണിക്കൂറുമാക്കി. ഒപ്പം 9 താഴെ പ്രായമുള്ള കുട്ടികളെ തുണിമില്ലുകളിൽ വിലക്കുകയും ചെയ്തു. 1847 ആയതോടെ കുട്ടികളുടേത് മാത്രമല്ല മുതിർന്നവരുടെയും ജോലി സമയം 10 മണിക്കൂറാക്കി ചുരുക്കി. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആയിരക്കണക്കിന് ആൺകുട്ടികളെയാണ് യൂറോപ്പിലെ ഗ്ലാസ് നിർമ്മാണ ഫാക്ടറികളിൽ പണിക്കെടുത്തത്. മറ്റ് ജോലികളെ അപേക്ഷിച്ച് അധ്വാനവും അപകടവും കൂടുതലുള്ള തൊഴിൽ മേഖലയായിരുന്നു ഇത്. ഗ്ലാസ് ഉരുക്കാൻ ആവശ്യമായ അതികഠിനമായ ചൂടിൽ പണിയെടുക്കുക എന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നരകതുല്യമായിരുന്നു. ഉയർന്ന ഊഷ്മാവിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നതിനാൽ കുട്ടികളിൽ മുറിവുകളും പൊള്ളലുകളും പതിവായി. ചൂളയുടെ ചൂടും ശക്തമായ പ്രകാശരശ്മികളും അവരുടെ കാഴ്ചശക്തിയെയും ബാധിച്ചു. തുടർച്ചയായി ഗ്ലാസ് ഉൽപ്പാദിപ്പിക്കുന്നതിന് ചൂളകൾ നിരന്തരം പ്രവർത്തിപ്പിക്കണമായിരുന്നു. അതിനാൽ വെളുപ്പിന് 5 മണി മുതൽ പുലർച്ചെ 3 വരെ പല ഷിഫ്റ്റുകളിലായി കുട്ടികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളെ നിരന്തരം പണിയെടുപ്പിച്ചു. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ മാത്രം 10 ലക്ഷത്തിലേറെ കുട്ടികളുടെ ബാല്യകാലമാണ് ഗ്ലാസ് ഫാക്ടറികളിൽ ഉരുകിത്തീർന്നത്. 20-ാം നൂറ്റാണ്ടായതോടെ വീടുകളിൽ നിരവധി കുടിൽ വ്യവസായങ്ങൾ വന്നു തുടങ്ങി. തുന്നൽ, ഷൂ നിർമ്മാണം, തീപ്പെട്ടി നിർമ്മാണം, കളിപ്പാട്ടം, കുട, കൃത്രിമ പൂക്കൾ തുടങ്ങിയവയുടെ നിർമ്മാണം എന്നിവയായിരുന്നു പ്രധാനമായും. ജർമ്മനി, ഫ്രാൻസ്, അമേരിക്ക, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ഓസ്ട്രിയ എന്നിവിടങ്ങളിലെ കുടിൽ വ്യവസായങ്ങൾ അതോടെ വലിയൊരു ശതമാനം കുട്ടികളുടെയും തൊഴിലിടം ആയി മാറി. ഫാക്ടറികളിൽ നിന്നും വീടുകളിലേക്ക് അത് പറിച്ചു നടപ്പെട്ടു. കുടുംബത്തിൻ്റെ നിലനിൽപ്പിനായി കുട്ടികളെ മുഴുവൻ സമയ തൊഴിലാളിയായി രക്ഷകർത്താക്കൾ തന്നെ നിയോഗിച്ചു. ഗ്രാമങ്ങളിലാകട്ടെ കുട്ടികൾ കൂടുതലും കൃഷിയിലായിരുന്നു നിയോഗിക്കപ്പെട്ടിരുന്നത്. ലോകമഹായുദ്ധങ്ങളിൽ പുരുഷന്മാർ നിർബന്ധിത സൈനിക സേവനത്തിനായി നിയോഗിക്കപ്പെട്ടപ്പോൾ സ്ത്രീകളും കുട്ടികളും മാത്രമാണ് മിക്ക വീടുകളിലും അവശേഷിച്ചത്. പുരുഷന്മാരുടെ അഭാവത്തിൽ ഒട്ടേറെ തൊഴിലുകളിൽ കുട്ടികളെയും സ്ത്രീകളെയും ഉപയോഗിച്ചു. യുദ്ധകാലത്ത് 4ഉം 5ഉം വയസ്സുള്ള കുട്ടികൾ വരെ പത്രവിതരണക്കാരായി. ആയുധ നിർമ്മാണ പുരകളിലും യുദ്ധവിമാന നിർമ്മാണ ഫാക്ടറികളിലും കുട്ടികളെ ജോലിക്കെടുത്തു. പെൺകുട്ടികൾ ഇളയ കുട്ടികളെ നോക്കിയും വീട്ടുവേല ചെയ്തും കഷ്ടപ്പെട്ടപ്പോൾ അമ്മമാരും ആൺകുട്ടികളും ഫാക്ടറികളിലും മറ്റും വിശ്രമമില്ലാതെ അധ്വാനിച്ചു. യുദ്ധം അനാഥരാക്കിയ കുട്ടികളുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. ആരോഗ്യമുള്ള കുട്ടികളെ സൈന്യത്തിലേക്ക് ആകർഷിക്കാനായി പട്ടാള വേഷമണിഞ്ഞ സൈനികരുടെ പാവകളെ വിപണിയിലിറക്കി. 12 മുതൽ 16 വയസ്സ് വരെയുള്ള ഒട്ടേറെ കുട്ടികൾ അവരുടെ പ്രായം മറച്ചുവെച്ച് സൈനിക സേവനങ്ങൾക്കായി മുന്നോട്ട് വന്നു. മനുഷ്യൻ്റെ ജോലികൾ പലതും ഇന്ന് യന്ത്രങ്ങൾ ഏറ്റെടുത്തെങ്കിലും ബാലവേലക്കാരുടെ എണ്ണത്തിൽ അതിനനുസരിച്ചുള്ള വലിയ കുറവുകൾ വന്നിട്ടില്ല. ജോലിയെടുക്കുന്ന കുട്ടികൾ കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യും എന്നതിനാൽ തൊഴിലുടമകൾക്ക് കുട്ടിത്തൊഴിലാളികളെ പ്രിയമാണ്. കുട്ടികൾ മറ്റു തൊഴിലാളികളെ പോലെ സംഘടിത ശക്തിയാകാത്തത് അവരുടെ മേലുള്ള ചൂഷണം തുടരാൻ കാരണമാകുന്നു. ആഭ്യന്തര യുദ്ധങ്ങൾ നടക്കുന്ന മേഖലകളിൽ അഭയാർത്ഥികളായി മാറുന്ന കുട്ടികൾ ബാലവേലയിലേക്കാണ് കൂടുതലും എത്താറ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും 2000-ന് ശേഷം കുട്ടിത്തൊഴിലാളികളുടെ എണ്ണം കുറയുന്നുണ്ട്. ആഗോള തൊഴിൽ സംഘടനയുടെ കണക്കനുസരിച്ച് ബാലവേല എടുക്കുന്ന കുട്ടികളുടെ എണ്ണം 2000-ൽ 24 കോടിയായിരുന്നു. ഇന്നത് 15 കോടിയായി കുറഞ്ഞു. ഇതിൽ 8 കോടി കുട്ടികളും അപകടകരമായ തൊഴിലിൽ ഏർപ്പെടുന്നവരാണ്. യൂണിസെഫിൻ്റെ കണക്ക് പ്രകാരം ജനസംഖ്യയുടെ അനുപാതത്തിൽ ഏറ്റവുമധികം ബാലവേലക്കാരുള്ള രാജ്യമാണ് ഇന്ത്യ. 2011-ലെ ഇന്ത്യ സെൻസസ് പ്രകാരം 5-നും 14-നും ഇടയിലുള്ള 43 ലക്ഷം കുട്ടികൾ നമ്മുടെ രാജ്യത്ത് ജോലിയെടുക്കുന്നു. ഇന്ത്യയിൽ കുട്ടികൾ പണിയെടുക്കുന്ന മേഖലകൾ പലതാണ്. സാങ്കേതികമായ അറിവ് അധികം വേണ്ടാത്ത മിക്ക ജോലികളിലും അവരെ കാണാം. കുട്ടി ജോലിക്കാരെ ഉപയോഗിച്ച് നിർമ്മിച്ചതെന്ന് കരുതുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി പല രാജ്യങ്ങളും നിരോധിക്കുക പോലും ചെയ്യുന്നുണ്ട്. സ്കൂളുകളിലേക്ക് കുട്ടികൾ പോകാത്തത് ബാലവേല വർദ്ധിക്കാൻ കാരണമാകുന്നു. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണ്ടെന്ന ധാരണ ഇന്ത്യയിൽ ചിലയിടത്തെങ്കിലും നിലനിൽക്കുന്നതിനാൽ അവിടങ്ങളിലെ നല്ലൊരു ശതമാനം പെൺകുട്ടികളും സ്കൂളുകളിൽ എത്തുന്നില്ല. ഉൾനാടൻ ഗ്രാമങ്ങളിലെ പെൺകുട്ടികളിൽ ചെറുപ്രായത്തിലെ വീട്ടുജോലിയിലും കാലി വളർത്തലിലും എത്തിപ്പെടുന്നവർ ഏറെയുണ്ട്. അടിസ്ഥാന വിദ്യാഭ്യാസം പോലും കിട്ടാത്തതിനാൽ ഇത്തരം കുട്ടികളിൽ പലർക്കും സമൂഹത്തിൽ
മാന്യമായ ഒരു തൊഴിൽ എന്ന സ്വപ്നം പോലും നിഷേധിക്കപ്പെടുന്നു. യൂണിസെഫിൻ്റെ കണക്കിൽ ഇന്ത്യയിലെ ബാലവേലക്കാരിൽ 80% ദളിത് കുട്ടികളാണ്. ബീഹാർ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് ബാലവേല ചെയ്യുന്നവരിൽ പകുതിയും. ഇന്ത്യയിലെ കുട്ടിത്തൊഴിലാളികളിൽ 20% ഉള്ള സംസ്ഥാനമാണ് ബീഹാർ. ദക്ഷിണേന്ത്യയുടെ പടക്ക നിർമ്മാണ കേന്ദ്രമാണ് തമിഴ്നാട്ടിലെ ശിവകാശി. അവിടെയുള്ള പടക്ക നിർമ്മാണശാലകളിലും മറ്റും നൂറുകണക്കിന് കുട്ടികളാണ് പണിയെടുക്കുന്നത്. 1000-ഓളം പടക്ക നിർമ്മാണശാലകൾ ശിവകാശിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പട്ടിണി മൂലമാണ് പല കുട്ടികളും അപകടകരമായ ഈ ജോലിയിലേക്ക് എത്തുന്നത്. അത്യന്തം അപകടകരമായ പടക്ക നിർമ്മാണശാലകളിൽ ഏതൊരു സുരക്ഷാ മുന്നറിയിപ്പുകളും പാലിക്കാതെ ഇവർ ജോലിയെടുക്കുന്നു. സൾഫർ, അലുമിനിയം പൗഡർ, വെടിമരുന്ന് എന്നിവയൊക്കെ വെറും കൈകൊണ്ട് വാരിയെടുത്താണ് ഇവർ പടക്കമുണ്ടാക്കുന്നത്. ഇത് കുട്ടികളിൽ ആസ്മ, ക്ഷയം തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകുന്നു. പല കുട്ടികളും ഇവിടെ സ്ഫോടനങ്ങളിൽ മരിക്കാറുണ്ട്. ഇതൊന്നും പലപ്പോഴും വലിയ വാർത്തയാകാറില്ല. ശിവകാശിയിലെ ചെറിയ കമ്പനികളാണ് കുട്ടികളെ കൂടുതലായും ചൂഷണം ചെയ്യുന്നത്. വമ്പൻ ഫാക്ടറികളിൽ ലേബർ ഓഫീസർമാർ അടിക്കടി പരിശോധന നടത്തുന്നത് കൊണ്ട് ഇവർ കുട്ടിജോലിക്കാരെ ഒഴിവാക്കുകയാണ് പതിവ്. ബാലവേല ഇവിടെ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി തടയാൻ കഴിഞ്ഞിട്ടില്ല. പണ്ട് പല നാടുകളിലും നിലനിന്നിരുന്ന ഒരു രീതിയായിരുന്നു അടിമ സമ്പ്രദായം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലും അടിമ സമ്പ്രദായം നിലനിന്നിരുന്നെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. പിന്നീട് 1977 അടിമവേല നിരോധിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിയമം വന്നു. എന്നാൽ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യയിൽ ചിലയിടങ്ങളിലും ഇന്നും രഹസ്യമായി അടിമകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അടിമവേലയ്ക്ക് ഏറ്റവും കൂടുതൽ എത്തിപ്പെടുന്നത് പാവം കുട്ടികളാണ്. ദരിദ്രരായ മാതാപിതാക്കൾ കടം തീർക്കുന്നതിന് വേണ്ടി അടിമവേലയ്ക്കായി മക്കളെ സമ്പന്നർക്ക് നൽകാറുണ്ട്. ഇങ്ങനെ അടിമപ്പണിക്ക് നിൽക്കുന്ന കുട്ടികൾക്ക് കൂലി കിട്ടാറില്ല. ഇന്ത്യയിൽ കുട്ടിത്തൊഴിലാളികളെ ഏറ്റവും അധികം കാണാൻ പറ്റുന്ന സ്ഥലമാണ് ഹോട്ടലുകൾ. പാത്രം കഴുകാനും മേശ തുടയ്ക്കാനും തറ വൃത്തിയാക്കാനും ഒക്കെ ഹോട്ടലുകളിൽ കുട്ടികളെ ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ ഹോട്ടലുകളിൽ മാത്രം 25 ലക്ഷത്തിലധികം കുട്ടികൾ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് ഒരു ഏകദേശ കണക്ക്. വൃത്തിയില്ലാത്ത ചുറ്റുപാടിൽ കഴിയുന്ന ഇവരിൽ പലരും പകർച്ചവ്യാധികൾക്ക് അടിമകളാണ്. 2015 ഹൈദരാബാദിലെ ഒരു തുകൽ ഫാക്ടറിയിൽ റെയ്ഡ് നടത്തിയ അധികൃതർ 400 കുട്ടികളെ രക്ഷപ്പെടുത്തി. ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഗുഡ് വീവ് എന്ന സന്നദ്ധ സംഘടന കാർപ്പറ്റ്, കൈത്തറി വ്യവസായ മേഖലകളിൽ നിന്ന് ധാരാളം കുട്ടികളെ മോചിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഏകദേശം 4 ലക്ഷം തെരുവ് കുട്ടികളുണ്ടെന്നാണ് ഒരു കണക്ക്. ഇവരിൽ തൊഴിലെടുക്കുന്നവരും യാചകരുമുണ്ട്. എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരായതിനാൽ ഇവരുടെ എണ്ണം തിട്ടപ്പെടുത്തുക ബുദ്ധിമുട്ടാണ്. ഒട്ടേറെ സംഘടനകൾ തെരുവ് കുട്ടികൾക്കായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ലക്ഷക്കണക്കിന് കുട്ടികൾ ബോംബെ, ഡൽഹി, ചെന്നൈ, കൊൽക്കത്ത പോലുള്ള നഗരങ്ങളിൽ ഇന്നും അലയുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഒട്ടേറെ നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അവയിൽ ഒന്നാണ് 1948 ഫാക്ടറീസ് ആക്ട്. ഇതനുസരിച്ച് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിൽ പണിയെടുപ്പിക്കാൻ പാടുള്ളതല്ല. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21A, ആർട്ടിക്കിൾ 45 എന്നിവ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുവാൻ കർശന നിർദ്ദേശം നൽകുന്നു. ആർട്ടിക്കിൾ 24 അനുസരിച്ചാണ് ഇന്ത്യയിൽ ബാലവേല നിരോധന നിയമം പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല എന്നതാണ് വാസ്തവം. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് സാമ്പത്തിക നേട്ടത്തിനായി യാതൊരുവിധ ജോലിയും ചെയ്യിക്കാൻ പാടുള്ളതല്ലെന്ന് കേന്ദ്ര സർക്കാർ നിയമത്തിൽ 2016 തന്നെ ഭേദഗതി വരുത്തി. പുതിയ നിയമപ്രകാരം കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ബിസിനസ്സുകളിലെ ജോലി, ലഘുവായ തൊഴിൽ പരിശീലനങ്ങൾ, ദൃശ്യമാധ്യമ രംഗത്തെ ബാലതാരങ്ങൾ എന്നിവരെ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. എന്നാൽ സർക്കസ് പോലുള്ള അപകടകരമായ വിനോദങ്ങളിലും മറ്റും കുട്ടികളെ പങ്കെടുപ്പിക്കാൻ പാടുള്ളതല്ല. സ്കൂൾ സമയത്തിന് ശേഷമോ അവധി ദിവസങ്ങളിലോ കുട്ടികൾക്ക് ജോലി ചെയ്യാവുന്നതാണ്. ജോലി പരിശീലനവും വിദ്യാഭ്യാസവും ഒരുമിച്ച് കൊണ്ടുപോകാനാവുന്ന തരത്തിലാണ് പുതിയ ഭേദഗതി. അതേസമയം നിയമലംഘകർക്ക് ശിക്ഷ കടുത്തതാക്കിയിട്ടുമുണ്ട്. ഇതൊക്കെയാണെങ്കിലും കേരളത്തിൽ ബാലവേല തീരെ ഇല്ലെന്ന് തന്നെ പറയാം. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളാണ് കേരളത്തിൽ കൂടുതലായി ബാലവേലയ്ക്ക് എത്തുന്നത്. പക്ഷേ അതും കണ്ടെത്താൻ കേരളത്തിൽ സംവിധാനങ്ങളുണ്ട്. അത് വ്യാപകമായി നടപ്പിലാക്കുന്നുമുണ്ട്. ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.